പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമരത്തിലേക്ക് കുടുംബം. സിബിഐ അന്വേഷണം തുടങ്ങും മുൻപ് പോലീസ് അന്വേഷണം നിർത്തിയത് കേസ് അട്ടിമറിക്കാനാണെന്നാണ് ആരോപണം. കേസിൽ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷയെ പ്രതി ചേർക്കണമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥൻ മരിച്ച് 41-ാം ദിനം പിന്നിടുകയാണിന്ന്. മരണാനന്തര ശുശ്രൂഷകൾക്ക് ശേഷം ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരമെന്നായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബത്തിന്റെ പ്രത്യക്ഷ സമരം. ആഭ്യന്തര വകുപ്പും അതിന്റെ തലവനായ മുഖ്യമന്ത്രിയും പറഞ്ഞു പറ്റിച്ചുവെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു. കേരള സർക്കാർ എന്നെ ചതിച്ചു, അങ്ങ് ചതിക്കുഴിയിൽ വീഴ്ത്തി. ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞു പറ്റിച്ചു. പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ല. അവരെ എല്ലാ സമ്മർദ്ദത്തിലും അടിമപ്പെട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന് അടിമപ്പെട്ട് അത് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് CBI അന്വേഷണം തരാം, ഇപ്പോൾ തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു 10-15 ദിവസം 20 ദിവസം പറഞ്ഞ് അതെന്നെ പറഞ്ഞു പറ്റിച്ചു. പെൺകുട്ടികളുണ്ട്, ചതിച്ചു കൊന്ന പെൺകുട്ടികളെ ഇതുവരെയ്ക്കും അറസ്റ്റ് ചെയ്തിട്ടില്ല. അക്ഷയ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ ചിറകിൻ്റെ അകത്ത് കിടക്കുന്ന അവയം പ്രാപിച്ച് കിടക്കുന്ന അക്ഷയ്, അവനെ തുറന്നുകൂടി. എന്തിനാണ് MM മണി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ഉന്നയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് പോകും, ക്ലിഫ് ഹൗസിൽ പോകും. സിദ്ധാർത്ഥന്റെ മരണത്തിൽ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്ക് പങ്കെന്നും പ്രതി ചേർക്കണമെന്നും ആവശ്യം. എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട്, ആർഷോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടെന്ന്. അവ അവിടെ വന്നിട്ടുണ്ട്. എന്തിനാണ് വരുന്നത്? ഇപ്പോഴല്ല പറഞ്ഞിട്ടുള്ളത്, പണ്ട് വന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ അവൻ പറയുന്നത്. ആർഷോ ചേട്ടൻ ഇനി വന്ന് യൂണിയൻ റൂമിൽ അവിടെ കിടക്കുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ 8 മാസം കൊണ്ട് എൻ്റെ മകനെ ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോഴേ ആർഷോ ചേട്ടൻ നോക്കി നിരസിക്കുകയില്ലേ? എന്ന് രസിച്ചുകൊണ്ടിരുന്നത് അതെന്താ പോലീസ് അന്വേഷിക്കാത്തത്? അത് അന്വേഷിക്കണമല്ലോ, 1-2 ദിവസം കൊണ്ടല്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം തുടങ്ങാനാണ് കുടുംബത്തിന്റെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.